നേപ്പാളിൽ കുടുങ്ങി മലയാളി വിദ്യാർത്ഥി സംഘം. മുളന്തുരുത്തി നിർമ്മല കോളേജിലെ 10 വിദ്യാർത്ഥികളും 2 അധ്യാപകരുമാണ് കുടുങ്ങിയത്. എല്ലാവരും സുരക്ഷിതരാണെന്ന് അധ്യാപകർ പറഞ്ഞു. 6-ാം തീയതി നേപ്പാളിലെത്തി. 7-ഉം 8-ഉം ഞങ്ങൾ പ്രോപ്പറായിട്ടുള്ള വിസിറ്റ് നടന്നു. 8-ാം തീയതി ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴേക്കാണ് ഞങ്ങൾ ഈ കോളേജിലുള്ളത്. അതായത് നമ്മൾ പ്രശ്നം നടക്കുന്ന പാർലമെന്റിന്റെ പരിസരത്താണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. ഒരു 1 കിലോമീറ്റർ ഡിഫറൻസിൽ സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, വെടിവെപ്പ് നടന്നു എന്നുള്ളൊരു വാർത്ത വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരാനായിട്ട് ഈ ഒരു പുഴയുടെ ഒരു നദിയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് കാഠ്മണ്ഡു ലളിത്പൂർ എന്ന് പറഞ്ഞ 2 സ്ഥലങ്ങൾ നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഒരു 2 കിലോമീറ്റർ നടന്ന് ഈ റിവർ ക്രോസ് ചെയ്ത് പെട്ടെന്ന് കാഠ്മണ്ഡുവിന്റെ അപ്പുറത്തെത്തി. അവിടുന്ന് ടാക്സി വിളിച്ചിട്ടാണ് ഞങ്ങൾ താമസിക്കുന്ന ബൈസേപ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ബൈസേപ്പട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ കാഠ്മണ്ഡു സിറ്റിയിൽ നിന്ന്. കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും. ലിഡിയ, ഇവർ നേപ്പാളിൽ സുരക്ഷിതമായ സ്ഥലത്താണ് ഉള്ളത്. ഇവരുടെ മടങ്ങിവരവ് ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണോ? ദിവ്യ, മടങ്ങിവരവ് അനിശ്ചിതത്വത്തിൽ തന്നെയാണ്. ഇവർ 4-ാം തീയതിയാണ് ഇവിടുന്ന് പുറപ്പെട്ടത്. ഇവർ മുളന്തുരുത്തി നിർമ്മല കോളേജിലെ സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികളും അധ്യാപകരുമാണ്. അവരുടെ പഠനത്തിന്റെ ആവശ്യമായിട്ടുള്ള ഒരു യാത്രയ്ക്കായാണ് അവർ പോയത്. അവിടെ സെമിനാറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കാഠ്മണ്ഡുവിലേക്ക് പോയത്. അവിടെ ഒരു കോളേജിലായിരുന്നു പരിപാടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായത്. അവർ എത്തി പിറ്റേ ദിവസം തന്നെ ഇത്തരത്തിൽ ഒരു കലാപമൊക്കെ ഉണ്ടാവുകയും അവരെ അടുത്തുള്ള ഒരു കോളേജിലേക്ക് സുരക്ഷിതമായി മാറ്റുകയുമായിരുന്നു. അവരുള്ളത് അവിടെ തന്നെയാണ്. കാഠ്മണ്ഡുവിൽ നിന്നും ഒരു 7 കിലോമീറ്റർ മാറി ബൈസേപ്പാട്ടി എന്ന സ്ഥലത്താണ് നിലവിൽ അവരുള്ളത്. അവർ നിലവിലുള്ള സ്ഥലത്ത് അവർ സുരക്ഷിതരാണ് എന്നാണ് പറയുന്നത്. അവർ അവിടെ ചെന്ന് പിറ്റേ ദിവസം തന്നെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഒരു ബാനും കാര്യങ്ങളും ഒക്കെ വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ പല സാമൂഹ്യ മാധ്യമങ്ങളിലും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ പലതും അവൈലബിൾ ആണ് എന്നുകൂടി അവർ പറയുന്നുണ്ട്. പക്ഷെ ഇവർ എംബസിയെ ബന്ധപ്പെട്ടപ്പോൾ തിരിച്ചുവരവിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടില്ല. അവർ 7-ാം തീയതി അവിടെ എത്തി. അതിനുശേഷം ഇങ്ങോട്ട് 10-ാം തീയതിക്കുള്ളിൽ ഇങ്ങോട്ട് തിരിച്ചു വരേണ്ട അവസ്ഥയായിരുന്നു. പക്ഷെ അവർക്ക് ഇതുവരെയായിട്ട് പുറപ്പെടാനോ കാര്യങ്ങളോ ഒന്നും തന്നെ പറ്റിയിട്ടില്ല. എംബസി പറയുന്നത് അവർ നിലവിലുള്ള സ്ഥലത്ത് സുരക്ഷിതമായി ഇരിക്കുക എന്ന് മാത്രമാണ് അവരോട് നിലവിൽ പറഞ്ഞിട്ടുള്ളത്. അതനുസരിച്ച് അവർ അവിടെ തന്നെ സുരക്ഷിതമായി ഇരിക്കുകയാണ്. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും അവരുടെ തിരിച്ചുവരവിന്റെ കാര്യം ഒരു അനിശ്ചിതത്വത്തിൽ തന്നെയാണ് എന്ന് വേണം പറയാൻ. ശരി, ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത്. 10 വിദ്യാർത്ഥികളും 2 അധ്യാപകരും ഉൾപ്പെടുന്ന മലയാളി സംഘമാണ് നേപ്പാളിൽ കുടുങ്ങിയിട്ടുള്ളത്.